ഏറെ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ വലിയൊരു ഭീകരാക്രമണം നടന്നിരിക്കുകയാണ്. അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് പുതുവത്സര ദിനത്തിൽ പുലർച്ചെയാണ് ഈ വലിയ ഭീകരാക്രമണം നടന്നത്. അമേരിക്കയിലെ ലൂയിസിയാന സംസ്ഥാനത്തെ ന്യൂ ഓർലിയൻസിലാണ് അവിടുത്തെ ലോക്കൽ സമയം ജനുവരി 1 പുലർച്ചെ 3:15 അമേരിക്കയും ലോകം മുഴുവനെയും നടുക്കിയ ഈ വലിയ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. 2001 സെപ്റ്റംബർ 11 നടന്ന ഭീകരാക്രമണത്തിന് ശേഷം അമേരിക്ക നേരിടുന്ന ഒരു വലിയ ഭീകരാക്രമണമാണ് ഇത്. ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 10 പേർ മരിക്കുകയും 35 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 15ഓളം ആളുകൾ മരിക്കുകയും 40ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. പുതുവർഷ ആഘോഷങ്ങളുമായി നിറയെ ആളുകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ട്രീറ്റിൽ ആളുകളുടെ ഇടയിലേക്ക് ഒരു പിക്കപ്പ് ട്രക്ക് ഓടിച്ചു കയറ്റിയാണ് അക്രമി ഈ ഭീകരത അഴിച്ചുവിട്ടത്. ന്യൂ ഓർലിയൻസിലുള്ള തിരക്കേറിയ ബേർബൺ സ്ട്രീറ്റിലാണ് ഈ ഭീകരാക്രമണം നടക്കുന്നത്. അയാൾ ഇടിച്ചു കയറ്റിയ ട്രക്കാണ് ഇത്. ആൾക്കാരുടെ ഇടയിലേക്ക് ഇയാൾ ട്രക്ക് ഇടിച്ചു കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇത്. ഇതിൽ മുകളിലത്തെ നിരയിലുള്ള വെളുത്ത ട്രക്ക് ശ്രദ്ധിച്ചുകൊള്ളൂ. ഇയാൾ ഓടിച്ചിരുന്ന ഫോർഡിന്റെ ഇലക്ട്രിക് ട്രക്ക് വാടകയ്ക്ക് എടുത്തതായിരുന്നു. ട്രക്കിന്റെ ഉള്ളിൽ നിന്ന് ഏതാനും തോക്കുകളും ഐസിസിന്റെ ഒരു കൊടിയും കണ്ടെടുത്തു. അതുപോലെ ട്രക്കിന്റെ പിന്നിലും ഒരു പോളിൽ ഐസിസിന്റെ ഒരു കൊടി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ നടന്നിരുന്ന ഫുട്പാത്തിലേക്ക് വണ്ടി ആളുകളുടെ മേൽ ഓടിച്ചു കയറ്റിയ ശേഷം ഇയാൾ വണ്ടിയിൽ നിന്നിറങ്ങി പോലീസിന് നേരെ വെടിവെക്കാൻ തുടങ്ങി. പോലീസുമായുള്ള വെടിവയ്പിൽ ഇയാൾ തൽക്ഷണം കൊല്ലപ്പെടുകയും 2 പോലീസുകാർക്ക് വെടിയേൽക്കുകയും ചെയ്തു. ഇയാളുടെ വാഹനത്തിന്റെ പിന്നിൽ ഒരു സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു. ഇയാൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിച്ചത് എന്നാണ് FBI പറയുന്നത്. ന്യൂ ഓർലിയൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ 3 ആണും ഒരു പെണ്ണും ചേർന്ന് IED സ്ഥാപിക്കുന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ട്രക്കിലിരുന്നതും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്നതുമായ സ്ഫോടക വസ്തുക്കൾ പ്രവർത്തിക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇതിലെ പ്രതി ടെക്സാസിൽ നിന്നുള്ള 42 വയസ്സുകാരനായ മുൻ ആർമി ഉദ്യോഗസ്ഥൻ ഷംസുദ്ദീൻ ജബ്ബാർ ആണ്. ടെക്സാസിൽ ജനിച്ചു വളർന്ന ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ ഇയാൾ ആർമിയിൽ നിന്നും ഓണറബിളി ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ആളാണ്. ഇയാൾ ഇടയ്ക്ക് എപ്പോഴോ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. 2 പ്രാവശ്യം വിവാഹം കഴിച്ച ഇയാൾക്ക് ആദ്യ ഭാര്യയിൽ 15ഉം 20ഉം വയസ്സുള്ള 2 പെൺകുട്ടികളുണ്ട്. ഇയാളുടെ ആദ്യ ഭാര്യ നഗിഡ്ര ഷാർലിയുമായി 2012 ഇയാൾ വിവാഹമോചനം നേടി. ഇയാളുടെ രണ്ടാമത്തെ ഭാര്യയുമായി 2022 ഇയാൾ വിവാഹമോചനം നേടി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഇയാൾ എന്നാണ് സൂചന. 2022 വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറഞ്ഞിരിക്കുന്നത് ഇയാൾ അക്കൗണ്ടിംഗ് ഫേമായ ഡിലോയിറ്റിൽ $1,20,000 ശമ്പളത്തിൽ ജോലി ചെയ്യുകയാണ് എന്നാണ്. ഇതിനിടയ്ക്ക് ഇയാൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി ജോലി ചെയ്യുകയും അതിൽ വലിയ നഷ്ടം ഉണ്ടാവുകയും ചെയ്തു എന്നുമാണ് കേൾക്കുന്നത്. ഇയാളുടെ ആദ്യ ഭാര്യയുടെ ഇപ്പോഴത്തെ ഭർത്താവായ ഡെയ്ൻ മാർഷ് പറഞ്ഞത് ഇയാൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും കഴിഞ്ഞ 1 വർഷമായി വളരെ ഭ്രാന്തമായ രീതിയിലാണ് പെരുമാറിയിരുന്നത് എന്നുമാണ്. ഇയാളുടെ കുട്ടികൾ ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത് എന്നും ഈ വാർത്ത അറിഞ്ഞതോടുകൂടി അവർ ആകെ തകർന്നിരിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഭ്രാന്തമായ രീതിയിൽ പെരുമാറുകയും മുടി മുറിക്കുകയും താടി നീട്ടി വളർത്തുകയും ചെയ്ത ഇയാളെ കാണാൻ അവർ ആ പെൺകുട്ടികളെ അനുവദിച്ചിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2002 ചെറിയൊരു മോഷണത്തിന് അറസ്റ്റിലാവുകയും അതിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം വാലിഡ് അല്ലാത്ത ഡ്രൈവിംഗ് ലൈസൻസിൽ വണ്ടി ഓടിച്ചതിന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇയാളുടെ പേരിൽ മുൻപുള്ള റെക്കോർഡുകൾ. ഇയാളുടെ പഴയ ഒരു വീഡിയോ ആണ് ഇത്. Good evening. I'm Shamsuddin Jabbar, property manager with Blue Meadow Properties and team lead at the Midas Group at Core Realty. I just want to say hello and let you know a little bit about me. So I'm born and raised in Beaumont, Texas, and now live in Houston. And I've been here all my life, with the exception of traveling for the military, where I spent 10 years as a human resources specialist and IT specialist, where I learned the meaning of great service and what it means to be responsive and take everything seriously, dotting I's and crossing T's to make sure that things go off without a hitch. So I've taken those skills and applied them to my career as a real estate agent, where I feel like what really sets me apart from other agents is my ability to be able to, one, be a fierce negotiator. So not only do I
brilliantly market your property to make sure it gets sold as quickly as possible or gets leased as quickly as possible. But I'm also going to take every ounce of energy and putting it into negotiating for you and for your property to get the best deal that you can possibly get for it. So once we get to the closing table, all the I's are going to be dotted, all the T's are going to be crossed, everything's going to go off without a hitch, and that is my word that I'm giving to you as your real estate agent. So if that's the type of agent you're looking for, reach out to me. You see my phone number on the page. If not, it's 832-774-9718. Give me a call. And even if you don't want to have me as your agent, call me with any questions you may have. So even if you're a first-time home buyer or you're an experienced real estate investor and you're just looking for somebody to help you with doing some analysis on some properties that you're looking at, either way, give me a call. I'm glad to help anytime, and I'm looking forward to talking to you. ഇതിൽ പറയുന്നത് ഇയാൾ ബോമാണ്ട് ടെക്സാസിൽ ജനിച്ചു വളർന്നതാണെന്നും ഇപ്പോൾ ഹ്യൂസ്റ്റണിലാണ് താമസിക്കുന്നത് എന്നുമാണ്. 10 വർഷം മിലിറ്ററിയിൽ ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റും IT സ്പെഷ്യലിസ്റ്റുമായി ജോലി ചെയ്തു. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി ജോലി ചെയ്യുകയാണ്. നിങ്ങൾ വീടുകൾ വിൽപ്പനയ്ക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് നല്ല സേവനം ചെയ്യും എന്നുമാണ് പറയുന്നത്. ഈ വീഡിയോയിൽ കണ്ടോ എത്ര സ്മാർട്ടായ ചെറുപ്പക്കാരനായിരുന്നു ഇയാൾ എന്ന്. ഇയാൾ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ഇയാളുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കുകയും അത് മുതലെടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തീവ്രവാദികൾ ഇയാളെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് ആകർഷിച്ച് ഇയാളുടെ ബലഹീനത മുതലെടുത്ത് അയാളെ ഒരു പരിപൂർണ തീവ്രവാദി ആക്കി മാറ്റുകയും ചെയ്തു. ഏതായാലും ഇന്ത്യയിലെ സംഘികളെ പോലെ ഈ ഒരു ആക്രമണത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ എല്ലാം തീവ്രവാദികളാണ് എന്നോ മുസ്ലിമുകളെ ബലിയാട് ആക്കുവാനോ അമേരിക്കയിലെ മീഡിയയോ കുറ്റാന്വേഷണ ഏജൻസികളോ അധികാരികളോ ജനങ്ങളോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യമേ ചില മീഡിയകളിൽ വാർത്തകൾ വന്നിരുന്നു ഇത് മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് കടന്ന ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിരുന്നു എന്ന്. അത് കേട്ടാത്ത പാടെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന ഇറക്കി. പുറത്തുനിന്ന് വരുന്ന ക്രിമിനലുകൾ ആണ് അമേരിക്കയിലുള്ള ക്രിമിനലുകളെക്കാൾ വളരെയേറെ മോശപ്പെട്ടവർ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഡെമോക്രാറ്റുകളും ഫേക്ക് ന്യൂസ് മീഡിയകളും അതിനെ നിരന്തരം എതിർത്തു. എന്നാൽ ഇപ്പോൾ താൻ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നോൺ ബയോളജിക്കൽ ജിയുടെ ചില ക്വാളിറ്റികൾ ഉള്ളയാളാണ് ട്രംപ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഏതാനും വർഷം മുൻപ് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത ആഫ്രിക്കൻ അമേരിക്കൻ വംശജനാണ്. തീവ്രവാദം എന്നത് ബലഹീനരായ ആളുകളെ ചൂഷണം ചെയ്ത് മതത്തിന്റെ പേര് പറഞ്ഞ് അവരെ ബലിയാടുകളാക്കി പൂർണ്ണമായും ചിന്താശേഷിയും മനുഷ്യത്വവും നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ചെയ്യിക്കുന്ന ഒന്നാണ്. തീവ്രവാദികൾ എന്ന പേടിത്തൊണ്ടന്മാരുടെ മുൻപിൽ ഈ ലോകത്തിലെ ജനങ്ങൾ ഒരിക്കലും മുട്ടുകുത്തുകയില്ല.